ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്നിവിടെ ഷിക്കാഗോയിൽ നല്ലൊരു സ്നോ പെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് മഞ്ജുവും കൂടി ജോലിയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയമാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു നന്നായിട്ട് സ്നോ പെയ്യുന്നുണ്ട്. അത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനോർത്തന്ന ഒരു വീഡിയോ എടുക്കാം, കാരണം ഇത് കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേരൊക്കെ കാണുമല്ലോ. ഇവിടെ ഷിക്കാഗോയിലുള്ളവർക്കെല്ലാം ഇത് നല്ല പരിചയമാണ്. പക്ഷേ ഇത് കണ്ടിട്ടില്ലാത്ത നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഒന്ന് കാണാനൊരു അവസരമാകട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മഞ്ജുവാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങളിങ്ങനെ ജോലിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഇങ്ങനെ ലോക്കലുള്ള വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പം വണ്ടികളെല്ലാം നല്ല ട്രാഫിക്കാണ്. ഇങ്ങനെ സ്നോയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ നല്ല ട്രാഫിക്കാണ്. വണ്ടിയൊന്നും പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇപ്പം എക്സ്പ്രസ് വേയിലേക്ക് ഞങ്ങൾ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിലുള്ള മരങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. അതിൻ്റെ ഇലയൊക്കെ പോയി, പക്ഷേ ഈ സ്നോ ഒക്കെ വീണ് കിടക്കുമ്പോൾ അതിന് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ക്രിസ്മസ് കാർഡിലൊക്കെ ഇതുപോലത്തെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സീനറി പോലെ നമുക്ക് തോന്നും. ഇത് കാണാൻ വളരെ ഭംഗിയാണ്, പക്ഷേ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം മഞ്ജു കുറച്ച് നേരമായി കാണുന്നു ഞാൻ ഈ പുറത്തെ വ്യൂ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്ന ഈ തീരെ വലുത് നിങ്ങളത് കാണൂ. കൊറേ നേരമായി നീ നോക്കണേ, എന്നെ പിടിക്കുന്നുണ്ട്. തലമുടിയൊക്കെ അതൊക്കെ ഇരിക്കാത്ത വീട്ടിൽ കൂടെ പിടിക്കുന്നില്ല. നിവർത്തിയിൽ എന്ത് പറഞ്ഞു പിടിപ്പിച്ചില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായതുകൊണ്ട് വണ്ടി ഓടിച്ച് പോരാനായിട്ട് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് പോരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, വണ്ടി വളരെ പതുക്കെയാണ് പോകുന്നതെന്ന്. അതായത് ഒരു 10 മൈൽ പെർ അവറിൽ അത്രയ്ക്ക് സ്ലോയിലാണ് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും വളരെയധികം ട്രാഫിക്കാണ് കേട്ടോ. ഇത് ഇങ്ങനെ സ്ലോയിൽ പോകുന്നതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു വഴിയിലോട്ട് കയറുകയാണ് കേട്ടോ. അതിന് മുമ്പിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് വളരെ പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മുമ്പിൽ വണ്ടി ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെ സാവധാനത്തിലേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി തെന്നും. അതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു എക്സ്പ്രസ് ലൈനിൽ കൂടെയാണ് പോകുന്നത്. നിങ്ങൾ വലതുവശത്ത് കാണുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്, ട്രെയിൻ സ്റ്റേഷൻ. അപ്പം ഇതെല്ലാം വിജനമാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾ ഞാൻ വഴിയുടെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കാരണം കണ്ടോ, നമ്മൾ ഈ ചേർ കിടക്കുന്ന പോലെയാണ് ഈ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും സ്നോ കിടക്കുന്നത്. അപ്പം വളരെ തെന്നാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒത്തിരി അടുത്തടുത്ത് പോകരുത്. കാരണം ഒത്തിരി അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ചവിട്ടേണ്ടി വന്നാൽ ഇത് നമുക്ക് ബ്രേക്ക് കിട്ടത്തേയില്ല. അപ്പോൾ അതുപോലെ പാടാണ് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പം വളരെ കെയർഫുള്ളാണ്. സാധാരണ നമ്മൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ സ്നോ മാറ്റുന്ന വണ്ടിയൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വരത്തില്ല. ഇത് പെയ്ത് തീർന്നു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മഞ്ഞ് മാറ്റുന്ന വണ്ടികളുണ്ട്. അത് സിറ്റിയുടെ തന്നെയാണ്. അതെല്ലാം വന്ന് മാറ്റിക്കോളും. അപ്പോൾ ഇതൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അവരിതൊന്ന് സ്നോ ഒന്ന് പെയ്ത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വണ്ടി എക്സിറ്റ് എടുത്ത് പോകുന്നതാണ്. അതും വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. നമ്മളിങ്ങനെ എക്സിറ്റ് എടുത്ത് പോകുമ്പോൾ വളരെ സ്ലോ ആയിട്ട് പോകണം, ഇല്ലെങ്കിൽ വണ്ടി സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ കണ്ടോ, ഒരു ടോ ട്രക്ക് വന്ന് കിടക്കുന്നത് കണ്ടോ. അത് എന്തോ ആക്സിഡൻറ്റ് പറ്റിയതാണ്. അതുകൊണ്ടാണ് ടോ ട്രക്കിൽ ആ വണ്ടി കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലോ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഏകദേശം നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താറായി. നമ്മൾ അതിൻ്റെ എക്സ്പ്രസ് വേയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എടുക്കാനായിട്ടുള്ള ഏകദേശം സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ഇതിൻ്റെ ക്ലോസപ്പ് ഞാനൊന്നുകൂടെ കാണിക്കാം. സ്നോയൊക്കെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ മണൽ കിടക്കുന്ന പോലെയാണ്, പക്ഷേ ഇത് സ്ലിപ്പറിയാണ്. വണ്ടിയൊന്നും പോകുന്നേ ഇല്ല. അപ്പോൾ സാധാരണ ഞങ്ങളൊരു 3/4 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തുന്നതാണ്. പക്ഷേ ഇന്ന് ഒരു 2 hours എടുത്ത് ഇന്ന് നമ്മൾ വീട്ടിലെത്താനായിട്ട്. അത്രയ്ക്ക് സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ എക്സ്പ്രസ് വേയിൽ നിന്ന് ലോക്കലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോക്കൽ സ്ട്രീറ്റിലൊട്ടും തന്നെ മാറ്റിയിട്ടില്ല. അവിടെ വഴിയിലെല്ലാം തന്നെ സ്നോയാണ്.
ഒട്ടും മാറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ മുഴുവനും വഴി ഇതേതാണെന്ന് അറിയാൻ മേലാത്ത വിധം എല്ലായിടത്തും ഒരുപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള റൈറ്റ് സൈഡിൽ കണ്ടോ നല്ല വീടുകളിലെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ഇപ്പം കിടപ്പുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. അപ്പോൾ വീടുകൾ എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട്. എൻ്റെ വീടുകളുടെ റൂഫൊക്കെ കണ്ടോ സ്നോ പെയ്ത് അതെല്ലാം റൂഫിൽ കിടക്കുവാണ്. നല്ല വൈറ്റ് കളറിൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ റൗണ്ട് ചെയ്ത് വീഡിയോ പിടിപ്പിച്ച് നിനക്ക് തെന്നുന്നത് പിടിച്ചില്ല. തെന്നിയപ്പോൾ സർവ്വദൈവങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതെ അതെ എക്സ്പീരിയൻസ്. അതെ അതെ മഞ്ഞെങ്ങനെയാണ് വീണ് കിടക്കുന്നത്. കാഴ്ച കണ്ടോ. ഞങ്ങൾ എക്സ്പ്രസ് വേ കൂടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്തപ്പോഴത്തേനും ഞങ്ങളുടെ വണ്ടി ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ല. ഞങ്ങൾ സേഫായിട്ട് ഇങ്ങ് എത്തി. എനിവേ ഇത്ര അധികമൊന്നുമില്ല ഇനി വീട്ടിലെത്താനായിട്ട്. എന്നുള്ള ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് പതുക്കെ ഞങ്ങൾ തിരിഞ്ഞു. അപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വീടുകളിലെല്ലാം തന്നെ കണ്ടോ എല്ലായിടത്തും തന്നെ സ്നോയൊക്കെ എല്ലാ വീടിൻ്റെ മുകളിൽ കാണാമല്ലോ. അപ്പോൾ എല്ലായിടത്തും തന്നെ സ്നോ ഉണ്ട്. ഞാനിവിടെ വീട്ടിലെത്തി. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്ക്യാർഡാണ്. അവിടെ മുഴുവനും സ്നോയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗസീബോ ഇല്ലേ അവിടെ അതിൻ്റെ മുകളിലൊക്കെ സ്നോയാണ്. അവിടെ പുല്ല് ഈ സമയത്തെല്ലാം പുല്ലുള്ളതാണ്. ഇപ്പോൾ അതെല്ലാം കവർ ചെയ്ത് സ്നോ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക്യാർഡിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ എല്ലായിടും ഒരുപോലെ അല്ലേ. വൈറ്റ് കളർ കാണാൻ നല്ല രസമല്ലേ. വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇപ്പോഴും സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. അപ്പോൾ ഞാനവിടുത്തെ നിങ്ങളെ വീടിൻ്റെ ഈ മുമ്പിലത്തെ കുറച്ച് സ്നോയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്നോയുടെ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു വ്യൂ കാണിക്കാൻ വേണ്ടി ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ എൻ്റെ മോനുണ്ട്. അവനോട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. മോനാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുമ്പിലത്തെ കാഴ്ച ഒന്ന് കാണാം. ഇപ്പോൾ രാത്രിയിൽ ഒരു 10:30 ആയി. സ്നോയൊക്കെ വീണ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ സ്നോ മാറ്റുവാണെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഷോണ് അവനിത് സ്നോയൊക്കെ മാറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്നോ ബ്ലോവർ ഉണ്ട്. അതുകൊണ്ട് മാറ്റിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഷവൽ കൊണ്ട് തന്നെ എടുക്കണം. അപ്പോൾ നിങ്ങൾ ആ വഴിയെ പോകുന്ന ട്രക്ക് കണ്ടോ, അതാണ് നമ്മളിവിടെ വഴിയിലൊക്കെ സ്നോ മാറ്റുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് അവർ വഴിയിൽ നിന്ന് മാറ്റും. അപ്പോൾ മാറ്റാൻ തുടങ്ങിയില്ല, അവർ ജസ്റ്റ് ചെക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടോ ഷോൺ ആ സ്നോ ബ്ലോവർ കൊണ്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ സ്നോ ഒക്കെ ആ സൈഡ് വഴി അങ്ങ് സൈഡിലോട്ട് പൊക്കോളും. അങ്ങനെയാണ് സ്നോ മാറ്റുന്നത്. അപ്പോൾ ഷവൽ കൊണ്ടാണെങ്കിൽ നമ്മളിങ്ങനെ നാട്ടിലെ ഇതില്ലേ മമ്മട്ടിയൊക്കെ പോലെ അതുപോലൊരു സാധനമാണ് ഷവൽ. അതുകൊണ്ട് കോരി കളയണം. അത് ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഇങ്ങനൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ നമ്മുടെ ഡ്രൈവേയിലുള്ള എല്ലാ സ്നോയും മാറ്റുകയാണ്. കാരണം വണ്ടി നമുക്ക് മുമ്പോട്ട് കയറ്റിയിടണം. ഇപ്പോൾ വണ്ടി പുറത്തോട്ട് എടുത്തിട്ടിട്ടാണ് ഇവിടെ നമ്മൾ സ്നോ എല്ലാം മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി കഴിയുമ്പോഴത്തെ നമ്മൾ കുറച്ച് ഉപ്പിടണം. അന്നേരത്തേനും അതെല്ലാം അങ്ങ് അലുത്ത് പൊക്കോളും. ഇത് നമ്മുടെ മുമ്പിലുള്ള സ്ട്രീറ്റാണ്. അത് സ്ട്രീറ്റ് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ. അതുപോലെ എല്ലായിടത്തും ഒരുപോലെ സ്നോയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന നേരത്ത് പിന്നെ നോക്കിയപ്പോഴത്തേനും ഇതെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു.
വഴിയെല്ലാം നല്ല ക്ലീനായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഇവിടെ സിറ്റിയിൽ തന്നെ എല്ലാം വണ്ടികളുമൊക്കെ സിറ്റി ഓഫ് ഷിക്കാഗോയിൽ അവർ തന്നെ ഇതെല്ലാം മാറ്റിക്കോളും. അപ്പം എല്ലാം നല്ല ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.